നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മയല്ലാതെ ആരെങ്കിലും ഇവള് പറയുന്നത് കാര്യമായിട്ട് എടുക്കൂ? നീ മിണ്ടരുത്. എനിക്ക് ഈ ഫോൺ ആരുടെയാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഈ ഫോൺ ആരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഈ ഫോണിൽ നിന്നും എന്റെ ഫോണിലോട്ട് ഒരു കോൾ ചെയ്താ ഒരു ആപ്പ് വഴി ഇത് ആരുടെ നമ്പരാന്ന് കണ്ടുപിടിക്കാം. അത് ശരിയാണല്ലോ, ഞാനത് ഓർത്തില്ല. ഈശ്വര, കഷ്ടകാലത്തിന് ഫോൺ ലോക്ക് ചെയ്യാൻ മറന്നു. നീ കോള് ചെയ്യേ. ആ, അതൊന്നും വേണ്ട. അതെന്താ? അവള് കോള് ചെയ്യുന്നത് നീ എന്തിനാ പേടിക്കുന്നത്? പേടിയോ? എനിക്ക് പേടിയൊന്നുമില്ല. ആരുടെ ഫോണെന്ന് പോലും അറിയാതെ ഈ ഫോണിൽ നിന്ന് കോൾ ചെയ്യുന്നത് ശരിയാണോ? ഇത് വല്ല ക്രിമിനലിന്റെ ഫോണാണെങ്കിലോ? ഇതിൽ നിന്ന് കോള് പോയതിന് നമ്മുടെ കാന്താരിയെ പോലീസ് അറസ്റ്റ് ചെയ്താലോ? അങ്ങനെ അറസ്റ്റ് ആയാലേ ഞാൻ അങ്ങ് സഹിച്ചു. അല്ലെങ്കിൽ ഒരു ക്രിമിനലിന്റെ ഫോൺ അങ്ങനെ ചേട്ടന്റെ കിടക്കേ വരുന്നേ. ഇതൊക്കെ ചേട്ടന്റെ നമ്പരാ അമ്മേ. നിന്റെ നമ്പർ ഒന്നും എന്റെ അടുത്ത് ചെലവാവില്ല. നീ വിളിക്കുമോളെ. എല്ലാ സത്യവും പുറത്തു വരും. ഞാൻ കാരണം പ്രിയഞ്ചേട്ടന്റെ അമ്മയുടെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. അമ്മയോടെല്ലാം ഏറ്റു പറയുന്നത് നല്ലത്. വേണ്ടമ്മേ. എന്നാ പിന്നെ ഇത് ആരുടെയാണെന്ന് പറ. അത് എന്റെ ഫോണാ ആന്റി. ഇത് നിന്റെ ഫോണാണോ? അതെ. ഇതെങ്ങനെ പ്രിയന്റെ പുറയിൽ വന്നത്? അത് കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോ മറന്നു വെച്ച് പോയതാ. ഇത് തിരിച്ചു വാങ്ങാനാ ഞാൻ വന്നത്. ഓ, ഇതപ്പോ തന്റെ ഫോണാണല്ലേ? മീര കറക്റ്റ് സമയത്താ വന്നത്. ഇതിനെക്കുറിച്ച് ഇവിടെ ഭയങ്കര യുദ്ധമായിരുന്നു. ഇപ്പൊ എല്ലാം സോൾവ് ആയി. എടി കാന്താരി, ഇത് മീരയുടെ ഫോണാണെന്ന് പറഞ്ഞില്ലേ? ആ ഫോണെ കൊടുക്ക. ഇനി മീര പൊയ്ക്കോ. ശരി. ഒന്ന് നിന്നേ. ഇത് കുട്ടിയുടെ ഫോണാണെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും? കളഞ്ഞു പോയൊരു ഫോണിന് വേണ്ടി വീട് വരെ വന്ന ഒരാളെയാണോ അമ്മ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? ഞാൻ ചോദിച്ചത് നിന്നോടല്ല. നീ മിണ്ടാതിരിക്കെ. ഇത് കുട്ടിയുടെ ഫോണാണെങ്കിൽ കയ്യിലിരിക്കുന്ന ആരുടെ ഫോണാ? കഴിഞ്ഞ തവണ വന്നപ്പോ നിന്റെ കയ്യിൽ ആ ഫോൺ ഇരിക്കുന്നത് ഞാൻ കണ്ടതാ. പോകുമ്പോഴും നിന്റെ കയ്യിൽ ആ ഫോൺ ഉണ്ടായിരുന്നു. പിന്നെങ്ങനെ പ്രിയന്റെ മുറിയിൽ നിന്ന് കിട്ടിയ ഫോൺ നിന്റെ ആണെന്ന് പറയുന്നത്? ഇത് നിന്റെ ഫോൺ അല്ലെന്ന് എനിക്കറിയാം. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ മിണ്ടരുത്. ആന്റി, വെറുതെ പ്രിയനോട് ദേഷ്യപ്പെടണ്ട. ഇത് രണ്ടും എന്റെ ഫോൺ തന്നെയാ. ഞാൻ ഭക്ഷണം ഡെലിവറി ചെയ്യുന്ന ജോലിയാ ചെയ്യുന്നത്. അതിനുവേണ്ടി എനിക്ക് വേറൊരു നമ്പർ ഉണ്ട്. അത് ഈ ഫോണില്ല. ഇതെന്റെ പേഴ്സണൽ നമ്പറുള്ള ഫോണാ. രാവിലെ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാ ഈ ഫോൺ മിസ്സായത് ഞാൻ അറിയുന്നേ. അപ്പൊ മുതൽ ട്രൈ ചെയ്യുന്നതാണെങ്കിലും കണക്ട് ആയില്ല. പിന്നെ ആന്റി ഫോൺ എടുത്തപ്പോ കാര്യം പറയാൻ പറ്റുന്നതിന് മുമ്പ് ഈ ഫോണിലെ ചാർജ് തീർന്ന് കോള് കട്ടായി. രാവിലെ മുതൽ എനിക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു. അതാ ഇങ്ങോട്ട് വരാൻ വൈകിയത്. ഇപ്പൊ അമ്മയ്ക്ക് സമാധാനമായോ? അതോ പോലീസിനെ വിളിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടേ ഈ ഫോൺ തിരിച്ചു കൊടുക്കുന്നുണ്ടോ? മീരെ, അമ്മയ്ക്ക് ഇനിയും തന്നെ വിശ്വാസമായിട്ടില്ലെന്നാ തോന്നുന്നത്. താനൊരു കാര്യം ചെയ്യുക. ഈ ഫോൺ വാങ്ങിയതിന്റെ ബില്ല് വീട്ടിലുണ്ടാവുമല്ലോ, അത് കൊണ്ടുവന്ന് കാണിക്കുക. അപ്പോഴെങ്കിലും വിശ്വസിക്കുമെന്ന് കരുതാ.
നീ കൂടുതൽ തള്ളുവൊന്നും വേണ്ട. ഞാൻ വിശ്വസിച്ചു.